ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പൾപെറ്റൽസ്. അപ്പം ഇന്ന് നമ്മൾ ഭയങ്കര സന്തോഷത്തിലൊരു ട്രിപ്പ് പോവുകയാണേ. എങ്ങോട്ടാണെന്നല്ലേ, നമ്മുടെ അംഗൻവാടി കുട്ടികളുടെ ചെറിയൊരു ടൂറാണ്. സീറ്റെല്ലാം ഫുള്ളാവുമേ. അംഗൻവാടി കുട്ടികളെയൊക്കെ ഹാപ്പിയാണ് നമ്മളെ അമ്മമാർ. എന്താ വെച്ചാൽ കല്യാണം കഴിഞ്ഞ് എവിടെയെങ്കിലും പോയാലും നമുക്ക് ഫ്രണ്ട്സ് ആവാൻ ഇങ്ങനെ കുട്ടികൾ അംഗൻവാടിയിലും സ്കൂളിലെല്ലാം പോയി തുടങ്ങണം. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് ആയതാണ്. ചൈത്രയുണ്ട്, വിസ്മയുണ്ട്, മക്കളെല്ലാവരും ഉണ്ട്. അപ്പോൾ ബാക്കിൽ നമ്മുടെ കേശവും ആരും ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എവിടെ പോകുന്നതെന്നല്ലേ. ആരോ നമ്മളെവിടെ പോകുന്നേ? നമ്മളെവിടെ പോകുന്നേ? എവിടെയാ കേശു പോകുന്നേ? അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാല്ലേ. അപ്പം അങ്ങനെ മക്കളെല്ലാം അടിച്ചു പൊളിക്കാൻ റെഡിയാണ്. ടീച്ചറുണ്ട്, ഡാൻസ് കളിക്കുന്നു, അമ്മമാരുണ്ട് ഡാൻസ് കളിക്കുന്നു, മക്കൾ ഡാൻസ് കളിക്കുന്നു. എല്ലാവരും എൻജോയ്മെൻറ്റിൻ്റെ മൂഡിലാണുള്ളത്. അങ്ങനെ നമ്മൾ ധർമ്മടം പാർക്കിലെത്തി. അവിടെ നിന്ന് എല്ലാവരും കളിയിലുള്ള പാർക്ക് കണ്ടാൽ പിന്നെ മക്കളുടെ കാര്യം പറയണ്ടല്ലോ. എല്ലാ മക്കളുടെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാശ് കൂടെയുള്ളതും കൊണ്ട് കുറച്ചാളുടെ അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടിയതാണ്. പിന്നെ നേരെ ബീച്ചിലേക്ക് വിട്ട്. അവിടെ ചെന്നപ്പോണ്ട് വെള്ളമല്ലേ, ബീച്ചല്ലേ, മക്കളല്ലേ, ഏതാ കളി. കേശുവിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലെല്ലാം നിറച്ച് മുന്ന. എല്ലാവരും വെള്ളത്തിൽ തന്നെയുള്ള. കാശിക്കൊരു അലർജി വന്നുകൊണ്ട് അവനെ ഞാൻ അധികം വെള്ളത്തിൽ ഇറക്കിയിട്ടില്ല. ആരുമുണ്ട്, എല്ലാവരും വെള്ളത്തിൽ തന്നെ. മക്കളെല്ലാം എൻജോയ്മെൻറ്റിൽ. മക്കൾ മാത്രമല്ല, അമ്മമാരും ടീച്ചറും. ടീച്ചർ ഭയങ്കര സന്തോഷത്തിലുള്ളത്. എല്ലാവരും ഹാപ്പിയാണ്. കടൽ കണ്ടാൽ പിന്നെ വലിയ ആളും കുട്ടികളൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും കടലിൽ കളിക്കണം. നമ്മളും അങ്ങനെ തന്നെയല്ലേ. എല്ലാവരും കളിച്ച്. ഒരു കല്യാണത്തിന് മുൻപല്ല നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇങ്ങനെ പോവും. പിന്നെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ കാണണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങണമെങ്കിൽ നമ്മുടെ മക്കൾ ഇതേപോലെ അംഗൻവാടികളിലും സ്കൂളുകളിലും എല്ലാം പോയി തുടങ്ങണം. അപ്പോഴേ പിന്നെയും ആ നാടായിട്ട് നമുക്കൊരു ബന്ധം വരും. അങ്ങനെ എനിക്കും കിട്ടിയ ഫ്രണ്ട്സാട്ടോ ഇവരെല്ലാവരും. മക്കൾ അംഗൻവാടി പോകുന്നതിന് മുമ്പ് ശരണ്യയും പിന്നെ നമ്മുടെ അടുത്ത് 1-2 ആൾക്കാരും ഉണ്ട്. കടലിൻ്റെ ഭംഗി എന്താ അല്ലേ. കടൽ കണ്ടാലും മതി വരില്ല. അങ്ങനെ നമ്മുടെ ചെറിയൊരു ടൂർ ഏകദേശം വൈൻഡപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബീച്ചെല്ലാം കഴിഞ്ഞ് 2-3 മണിക്കൂറിന് ശേഷം നമ്മൾ തിരിച്ചു പോവുക. വണ്ടിയൊക്കെ കയറിയപ്പോൾ എല്ലാവരും അതേ സ്പിരിറ്റിൽ തന്നെ. ഭയങ്കര തുള്ളലും ഡാൻസും പാട്ടും. കേശുവിനാണെങ്കിൽ ഓരോ പാട്ടുണ്ട്. കേശു ഇങ്ങനെ പറയുന്നത് അത് വെക്ക് ഇത് വെക്ക് എന്നത് പറയുന്നത്. പരമാവധി എല്ലാവരും വലിച്ചു കൊടുത്ത് എല്ലാവരും ഡാൻസ് പാട്ട് വെക്കുക, തുള്ളുക. പാട്ടും മേളവും ആരവുമായി അവസാനം എല്ലാവരും ഉറക്കവും ആയി. അപ്പം ബൈ, ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ കഴിഞ്ഞു.